ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്സും അതുപോലെ ഈത്തപ്പഴം വെച്ചിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പായസമാണ് കേട്ടോ. നമ്മുടെ ഒരു പിങ്ക് പാലട പായസത്തിനൊക്കെ കാണാൻ നല്ല ഒരു ഇതിലാണ് ഉണ്ടാവാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു പായസം കുടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. നമ്മളിതിൽ പഞ്ചസാരയും ശർക്കരയും അതുപോലെ അരിയും ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റി ഉള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നന്നായി കഴുകി കുരുവൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുതിർത്ത് വെക്കണം. ഞാനിവിടെ നല്ല ചൂടുള്ള 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കൊന്ന് ഓട്സ് റെഡിയാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൾട്ടിഗ്രെയിൻ്റെ ഓട്സാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. 1/3 കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഗീ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഗീൻ്റെ അളവിലൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓട്സ് റോസ്റ്റ് ചെയ്യാൻ ഗീ അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലെയിനായിട്ട് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഓട്സ് റോസ്റ്റ് ചെയ്ത സെയിം പാത്രത്തിൽ തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 750 ml പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 100 ml വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഫാറ്റ് പാലായതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ലോ ഫാറ്റ് പാലാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പാൽ തിളക്കുന്ന ടൈം കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴമില്ലേ, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈത്തപ്പഴം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മൾ ചൂട് പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് പാലും ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നിങ്ങൾ പാല് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം കേട്ടോ. തിളക്കാൻ വെച്ച പാല് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴമില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ടയായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ല ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമ്മുടെ ഈത്തപ്പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. കുറേ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇപ്പം നല്ല ഒരു നമുക്കതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഈത്തപ്പഴമൊക്കെ വെന്തിട്ടുള്ള ആ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് മധുരം എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതോടെ ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഓട്സ് വേവിച്ചിട്ടെടുക്കാം. അപ്പം ഇത് പാലും അതുപോലെ ഓട്സും ഈത്തപ്പഴമൊക്കെ നല്ല തിക്കായിട്ട് വരുന്നതാണ്. അപ്പം നല്ല തിക്കായി ആണെങ്കിൽ കുറച്ചും കൂടെ ചൂടായ പാല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓട്സ് ഈത്തപ്പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ഡയറ്റൊക്കെ കട്ട ഫോളോ ചെയ്യുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ ഇഷ്ടമുള്ള നട്ട്സെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂ മാത്രം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള പായസം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ലൂസിൽ വേണമെങ്കിൽ ഓട്സൊക്കെ അളവിൽ കുറച്ചാൽ മതി കേട്ടോ. പായസം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.